ഓൾ പേര് പരിചയപ്പെടുത്തി. ശ്രീജ പ്രദീപ്, ചേലന്നൂർ സ്വദേശിയാണ്. EMI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നിപ്പം ഫുൾ ടൈം കരിയറായി ഫാമിലി ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാണ്. മഹത്തായ ബിസിനസ് അവസരം പ്രദാനം ചെയ്ത സുധാരേട്ടന് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. അവസരം കൊണ്ടു തന്നെന്നല്ലാതെ വേറെ സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മൾ ഈ ഒരു റാങ്കിലേക്ക് അച്ചീവ് ചെയ്യാനൊക്കെ എല്ലാ ഹെൽപ്പും ചെയ്ത നമ്മളെ ഗ്രേറ്റ് മെന്റർ ഭവാനി സാറിനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞാൽ പോരെ. ശരിക്കും ദൈവദൂതനായിട്ടുണ്ട് എന്നല്ല ആരോ ഒന്ന് പറഞ്ഞ് നമ്മളെ കൈപിടിച്ച് കൊണ്ടുവന്നവരെ ദൈവത്തിന്റെ ആ ഒരു ലെവലിൽ കാണാമെന്ന്. കാരണം അത്രയും നല്ലൊരു അവസരം നമ്മൾ മുന്നിൽ കൊണ്ടു തന്നു എന്നുള്ളതാണ് അവർ ചെയ്തൊരു മഹത്തായ ഒരു കാര്യം. അതേപോലെ തന്നെ ഇന്ന് ഈ ഒരു ശ്രീജ പ്രദീപിന് നിലനിൽപ്പുണ്ടെങ്കിൽ നമ്മളെ ടീമാണ്. എൻ്റെ ടീമാണ് എൻ്റെ ശക്തി. അതുപോലെ ഓരോരുത്തരും ചിന്തിക്കുക. അനീസ് സാർ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ രക്ഷപ്പെടുത്താൻ ദൈവം കൊണ്ടു തരുന്നതാണ് നമ്മളെ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും. പിന്നെ അവരെയാണല്ലോ നമ്മൾ ലീഡേഴ്സ് ആക്കി മാറ്റുന്നത്. അപ്പൊ അവരോട് നല്ല ലെവലിൽ പെരുമാറുക. അപ്പൊ അവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞ് കുറേ അറിയാത്തവരാരും ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. എന്നാലും പുതിയ വ്യക്തികൾ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഓരോ ദിവസം കൂടുമ്പോൾ നമ്മൾ പുതിയ പുതിയ ആളുകളെ ഇങ്ങോട്ട് പരിചയപ്പെടുത്തല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് പറയാണ്. ഈ ഒരു ബിസിനസ്സിൽ ഞാൻ ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്റർ ആവാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരാം. ഈ ഒരു ബിസിനസ് കേട്ട സമയത്ത് ഞാൻ എല്ലാവരെയും പോലെ തന്നെ നെഗറ്റീവിന്റെ കൊടിമരമായിരുന്നു. കാരണം നെഗറ്റീവ് ചിലപ്പോൾ ഞാനും നെഗറ്റീവ് അടിച്ചോണം ഇവിടെ ഒരു ഭാര്യയും ഒരു ഭർത്താവും ചെയ്തിട്ടുണ്ടാവില്ല എന്നല്ല. ഞാൻ ദ്രോഹം ചെയ്തിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിന്. കാരണം ഒരു തുണിക്കട 5 ലക്ഷം മുടക്കിയിട്ട് ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആയിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നഷ്ടം വന്നാലും കഷ്ടം വന്നാലും ഒക്കെ നമ്മൾ സ്വന്തം സഹിക്കണം. ആ ഒരു ലെവലിൽ വീടിന് വെച്ച പൈസ എടുത്തിട്ടാണ് ഞങ്ങൾ അത് ചെയ്തത്. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ അത് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റിയില്ല. കാരണം കയ്യിൽ ക്യാഷ് ഉള്ളവർക്ക് മാത്രമേ ആ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്കറിയാം, ലക്ഷങ്ങളും കോടികളും ഒക്കെ മുടക്കാൻ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ പ്രതീക്ഷകളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഓരോരോ വർഷം തോറും ഞാൻ ഈ ഒരു കട അടയ്ക്കാൻ സമ്മതിക്കാതെ രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ഒരു 7.5 വർഷം കൊണ്ടുപോയി. പക്ഷേ 10-13 ലക്ഷം കടബാധ്യതയിലേക്ക് പോയത് ഞാൻ പോലും പറഞ്ഞില്ല. ടവലൊന്നും പോവാത്ത, എത്രയോ ഒരു ടവല് പോലും പോവാത്ത കുറേ ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷെ വാടക കൊടുക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, അതൊക്കെ ആ ഒരു പ്രോസസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത് അടയ്ക്കാൻ പോകുമ്പോൾ പറയും, ഒരു തുണിക്കടയല്ലേ, നമുക്ക് ഭയങ്കര ഒരു വാല്യൂ ആണല്ലോ ആ ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസിലുള്ള ആൾ എന്നുള്ള ഒരു ലെവലിലായിരുന്നു ഞാൻ എൻ്റെ ഒരു മനോഭാവം. പക്ഷെ ഈ ഒരു അവസരത്തിലാണ് സുധാകരനും ഭവാനി സാറും കൂടി ഈ നമ്മളെ ഈ ഒരു മൈലേജ് സ്റ്റൈൽ എൻ്റെ ഷോപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഈ ഒരു ബിസിനസ് ചെയ്യാൻ കഴിയൂല. കാരണം നമ്മുടെ ഷോപ്പിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തുണി എടുത്തു കൊടുത്താൽ മതി, എന്നെ ചോദിക്കുന്ന സമയത്ത് അതിന് എടുത്തു കൊടുത്താൽ മതി. പക്ഷെ ഇതല്ല, ഇതൊരാളോട് പറഞ്ഞ് പിടിപ്പിക്കണമെങ്കിൽ എനിക്ക് ഒരാളോട് സംസാരിക്കാൻ അറിയില്ല, എനിക്കിത് നടക്കൂല സാറേ എന്നാണ്. പക്ഷെ അപ്പോൾ സുധാരേട്ടൻ പറഞ്ഞു, ശ്രീജ ഒരു പേസ്റ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ 50 രൂപ കിട്ടും, അതിൽ 30 എനിക്ക് തന്നാൽ മതി, 20 നീ എടുത്തോ അങ്ങനെ. കാരണം ആൾക്ക് ഒരു കിഡ്നി പേഷ്യൻ്റ് ആണ്. അപ്പോൾ വൈഫിന്റെ കിഡ്നി ഒക്കെ എടുത്തിട്ട് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ എന്നോട് ഒരു ഹെൽപ്പ് മാത്രമേ ചോദിച്ചുള്ളൂ. പക്ഷെ ഞാനത് നിരുപാധികം എതിർത്ത് സംസാരിച്ചു. പിന്നെ ഹൃദയേട്ടൻ പണി കഴിഞ്ഞ് വന്ന സമയത്ത് എന്നോട് കുറേ ചുവപ്പ് കുപ്പിയിൽ കുറേ മരുന്നുകൾ കണ്ടപ്പോൾ ഇതൊക്കെ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സുധാരേട്ടൻ കൊണ്ടു തന്നാണ്, എന്താണെന്ന് എനിക്കറിയില്ല, കുറേ മരുന്നുകളുണ്ട്, നിങ്ങൾക്ക് വേണേൽ എടുത്ത് വിറ്റോളൂ, എന്നെ കൊണ്ട് കഴിയൂല എന്ന് തന്നെ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. പക്ഷെ ഒരു 4-5 ദിവസം ഹൃദയേട്ടൻ ഇന്ന് രാവിലെ പണിക്കൂ വൈകുന്നേരം വരും. പക്ഷെ ആ ഒരു പ്രൊഡക്റ്റ് പോലും, ഒരു പേസ്റ്റ് പോലും ഞാൻ ഒരാൾക്കും കൊടുത്തില്ല. എന്നും ഭവനി സാർ വരും, എന്നിട്ട് ഇതിന്റെ സാധ്യതകൾ പറഞ്ഞുതരും, ഇന്നതാണ് വിറ്റാത്ര കിട്ടും അങ്ങനെ ഒക്കെ പറയും. പക്ഷെ നമുക്ക് നമ്മളെ മൈൻഡിലേക്ക് ആ ഒരു ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് എന്താ പറയാ താല്പര്യത്തോടു കൂടി കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് കേൾക്കാൻ പോലും തയ്യാറായില്ല. പ്ലാൻ എന്നും വട്ടം വരച്ചിരും, പക്ഷെ അതൊന്നും ഞാൻ കേട്ടില്ല. പക്ഷെ 4 ദിവസം കഴിഞ്ഞപ്പം ഒരു വിഷമം, ഓനൊന്ന് സഹായിക്കണം. കാരണം പ്രതിയാണ് എന്താ പറയാ ഒരു മനസ്സലിവ്. അപ്പൊ ആരോ എന്തെന്നെയായാലും ഞാനിതൊന്ന് കൊണ്ടുപോയി വിറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് മൂപ്പരത് കവറിലിട്ടുങ്ങാണ്ട് വീടാന്തരം കൊണ്ട് നടന്ന് വിറ്റ്. വൈകുന്നേരം 3 മണിക്ക് പണി കഴിഞ്ഞ വന്ന ആള് അത് ഒരു സൈക്കിള് പോലും ഇല്ല കേട്ടോ. ഈ ഒരു 4.5 വർഷം മുന്നേ ഈ ഒരു മൈലേജ് സ്റ്റൈൽ വരുമ്പോൾ ഞങ്ങളെ ഫാമിലിയിൽ ഒരു സൈക്കിള് പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. പക്ഷെ കൊണ്ട് നടന്നപ്പോൾ ഒരാളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്തിട്ടേ ഹസ്ബൻഡ് പോരുള്ളൂ. അങ്ങനത്തെ ഒരു കഴിവ് അയാൾക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് അവിടെ പിടിപ്പിച്ചിട്ടേ പോരുള്ളൂ. അത് എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ എതിർത്ത് സംസാരിച്ചത്. ഇതൊക്കെ എടുത്ത് വിറ്റില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനല്ല, ഇത് എന്റെ ഹസ്ബൻഡാ വിറ്റിയതെന്ന്. അപ്പോൾ സാറ് ഞെട്ടിപ്പോയി. കാരണം പൊതുവേട്ടൻ്റെ ഇന്ന് നിങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടോരെ കാണുന്ന ഒരു രൂപമായിരുന്നില്ല ഒരു 4.5-5 വർഷം മുന്നേ എന്ന് പറയും.
കാരണം ഒരു ഭ്രാന്തൻ വേഷം കുറേ കടം വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്വസ്ഥതയും കൊടുക്കൂല ഒരു ഭാര്യയും വീട്ടിൽ. കാരണം വെച്ചാൽ നമ്മളെ ജീവിതം കഴിഞ്ഞു എന്നുള്ള ലെവലിലാണല്ലോ. ഇനി ജീവിതം ഒരു ചോദ്യചിഹ്നത്തിന് മുന്നിൽ ജീവിക്കണോ മരിക്കണോ എന്നുള്ള ലെവലിൽ തന്നെയാണെന്നൊക്കെ ഉണ്ടായിരുന്നു. അത്രയും വിഷമം അനുഭവിച്ച ഒരു നിമിഷങ്ങളായിരുന്നു. അപ്പോൾ പ്രതികാരന് നല്ല ഒരു സന്തോഷമായി. ഭവാനി സാർ വന്നപ്പോൾ എല്ലാം പോയി. പ്രതിവേട്ടം കൊണ്ടുപോയി വിറ്റോന്ന് വെച്ച് ഭവാനി സാർ കാണുന്ന എങ്ങനെയാ ചളിയിലൊക്കെ കുളിച്ചിട്ട്. കാരണം കൽപ്പണിക്ക് പോകുന്ന ആളല്ലേ. കല്ല് വെച്ച് കൊത്താനും തേപ്പിനും പടവിനും ഒക്കെ പോയി 3:30 ഭവാനി സാർ വരുന്ന സമയത്ത് പ്രതിവേട്ടൻ ആ ഒരു ലെവലിലാണ് ഉണ്ടാവുക. അപ്പൊ എന്നോട് പറഞ്ഞു പിന്നെ പിറ്റേന്ന് രാവിലെ വരുന്ന സാറ് പിന്നെ പ്ലേറ്റ് മാറ്റി വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം വരാൻ തുടങ്ങി. പ്രതിയേട്ടൻ പണി കഴിഞ്ഞ് വരുന്ന സമയം നോക്കിയിട്ട് സാറ് വരുമ്പോൾ അറിയില്ല നമ്മളെ ലീഡേഴ്സ് നമ്മളെ ഫോക്കസ് ചെയ്യുന്ന എന്നെ കുറേ നോക്കി ഫോളോ ചെയ്ത് ഫോക്കസ് ചെയ്ത് ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ നേരെ പ്രതിയേട്ടനെ കാണാൻ വന്ന്. അപ്പോഴേക്ക് പ്രതിയേട്ടൻ നല്ലോണം വിൽക്കലും വാങ്ങലും വിൽക്കലും. ഇപ്പൊ ഇന്ന് ഒരു സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പ്രൊഡക്റ്റ് റീപർച്ചേസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അധികം ആളുകൾക്കും വരുന്ന മിസ്റ്റേക്ക്. പ്രതിയേട്ടൻ നല്ലോണം അങ്ങോട്ടും വിൽക്കും, പിറ്റേന്ന് കൊണ്ടുവരുന്ന വാങ്ങും. പക്ഷെ ചില സമയത്തൊക്കെ ഞങ്ങൾ എടുത്തു പോട്ടോ. ബുദ്ധിമുട്ടുള്ള സമയത്ത് വിറ്റ സാധനം പോലും ഞങ്ങൾ എടുത്തുങ്ങാണ്ട് അരിയും സാധനം വാങ്ങിയിട്ടും ഷോപ്പിലേക്ക് കടക്കാർ വരുമ്പോൾ കൊടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞങ്ങൾക്ക് സാറ് തിരുത്തി തന്നു. കാരണം നമുക്ക് റാങ്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഒരാഴ്ച ഒരു 450 രൂപയെങ്കിലും ഇൻകം വരണമെങ്കിലും നമ്മൾ ആ വിറ്റ പ്രൊഡക്റ്റ് നമ്മൾ റീപർച്ചേസ് ചെയ്യണം. അപ്പൊ എന്നോട് പറഞ്ഞ 2 ബോക്സ് കൊണ്ടുവച്ചിട്ട് പ്രോഫിറ്റ് ഒരു ഭാഗത്തും നമുക്ക് കിട്ടുന്ന ലാഭം ഒരു ഭാഗത്തും ഒരു പാത്രത്തിൽ ഇട്ടേക്കണം. അല്ലാണ്ട് ഇത് നിങ്ങൾ രണ്ടും കൂടി കൂട്ടി കുഴച്ച് അവിയൽ പരുവത്തിലാക്കിയാൽ ഇത് ശരിയാവില്ല പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു. പൈസ ഇല്ലാത്തവരാകുമ്പോൾ അങ്ങനെയൊക്കെ ശ്രമിക്കേണ്ടി വരും. നമ്മൾ എങ്ങനെയായാലും എടുത്തു പോകും നമ്മൾ കയ്യിൽ വെച്ച ക്യാഷ്. അതുകൊണ്ട് തന്നെ അത് ബോധപൂർവം റീപർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ റൂബി റാങ്ക് വരെ എത്തി. റൂബി റാങ്ക് വരെ എത്തുന്ന സമയത്ത് ഒന്നും ഒരു ഇതും ഇല്ല കേട്ടോ. കാരണം ടീമിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ സാറ് പറയുന്നത് ഇത് വെറും വിൽക്കലും വാങ്ങലും ഉള്ള പ്രതികേട്ട, ഇതിൽ കൂടെ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നാലും വരുമാനമാണ്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഏതൊരാളായാലും റീറ്റെയിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു സോപ്പാണെങ്കിലും പേസ്റ്റ് ആണെങ്കിലും നമ്മൾ അവർക്ക് കൊടുത്തിട്ട് അതേപോലെ തിരിച്ചു പോരല്ല ചെയ്യുന്നത്. ഓരോ പേരും അഡ്രസ്സും വാങ്ങിയിട്ട് അവരോട് പറയും ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിന് മുകളിലുള്ള വിലയ്ക്കാ തരുന്നത്, നാളെ നിങ്ങളത് തീരുമ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് തരുന്ന സമയത്ത് നിങ്ങളൊരു പേരും അഡ്രസ്സും മാത്രം, പാൻ കാർഡും ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കും ഒന്നും ചോദിക്കാൻ പോകരുത്. ചിലർ പറയും എൻ്റെ ബാങ്കിലുള്ളതും കൂടി നിങ്ങളെ കമ്പനി വലിച്ചാണെന്നും പറഞ്ഞുകൊണ്ട് എത്രയോ ആള് ഞങ്ങൾക്ക് അങ്ങനെ നെഗറ്റീവായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പേരും അഡ്രസ്സും ഫോൺ നമ്പറും മാത്രം മതി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ, അത് മാത്രം വാങ്ങിയിട്ട് നമ്മൾ റിലയൻസിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളോട് പേരും അഡ്രസ്സും ചോദിക്കില്ലേ, അതേപോലെ തന്നെ മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ ഇത് വലിയ സംഭവമായിട്ടൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് കാർഡ് എടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പേരും അഡ്രസ്സും വാങ്ങിച്ച് നമ്മൾ എൻ്റെ ID-ൻ്റെ അണ്ടറിലേക്ക് അടിക്കാൻ പറഞ്ഞു. എൻ്റെ ID ആയിരുന്നു ഫസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നെ കണ്ടിട്ട് തന്നെയാണ് സുധാരേട്ടൻ്റെ പ്രദീപിന് ഇത് സാധിക്കൂല എന്ന് തന്നെ സുധാരേട്ടൻ വന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ID-ൻ്റെ അണ്ടറിലേക്ക് അടിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് ഞങ്ങൾ കണ്ട ഒരാളാണ് സുനിൽ എന്ന് പറഞ്ഞ അരീക്കര സുനിൽ എന്ന് പറഞ്ഞ ഒരാളെ പൊതുവെ കട്ട ഫ്രണ്ടാണ്. അപ്പൊ മൂപ്പര് എന്ത് ചെയ്ത് ഞങ്ങളോട് സാറ് പറഞ്ഞെന്താ വെച്ചാൽ ഇത്രയും കടത്തിൻ്റെ ഉള്ളിൽ കൂടി ഞങ്ങളോട് ഒരു സ്റ്റോക്ക് എടുക്കാൻ പറഞ്ഞു. അപ്പൊ സാറേ നടക്കൂല സാറേ ഇപ്പൊ ഒരു സ്റ്റോക്ക് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ശ്രീ ചേച്ചി നിങ്ങൾക്ക് സുധാരേട്ടനാണ് 5000 രൂപേന്റെ പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ അത് നിങ്ങൾ വിൽക്കുന്നു വാങ്ങുന്നു. പക്ഷെ നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കണമെങ്കിൽ നിങ്ങൾ നല്ലൊരു സ്റ്റോക്ക് ഒരു 25,000-ൻ്റെയോ 50,000-ൻ്റെ ഒരു സ്റ്റോക്ക് നിങ്ങൾ ഇറക്കിയേ പറ്റുള്ളൂ. ഒരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ പോലും ഒരു 50,000 രൂപ ഇല്ലാതെ ആ ഒരു ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റൂല. അതിൽ നിന്ന് ഏത് കാലത്ത് ആ ഒരു എന്താ പറയുക മുതൽ നമുക്ക് തിരിച്ചു കിട്ടുമെന്നും പറയാൻ പറ്റില്ല. ഇതിൽ യാതൊരു നഷ്ടവുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ 5 ലക്ഷം മുടക്കിയിട്ട് നിങ്ങൾക്ക് ഇത്രയും ബാധ്യത വന്നു. പക്ഷെ അത് നിങ്ങളിപ്പം കോഴിക്കോട് ഹോൾസെയിൽ കടയിൽ വാങ്ങിയ ആ തുണി നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ എടുക്കുന്നുണ്ടോ എന്ന് വെച്ച് ഇല്ലായിരുന്നു. റേഷൻ പോയാൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് അവിടെ കെട്ടിക്കിടന്ന് ഭയങ്കര നഷ്ടം വന്നു. ഇതിൽ നിങ്ങൾക്ക് 1 രൂപേൻ്റെ പ്രൊഡക്റ്റ് പോലും എടുത്ത് കളയേണ്ടി വരില്ല. കാരണം നിങ്ങൾക്ക് പോകാത്ത എനിക്ക് തന്നാൽ മതി, എനിക്ക് പോകാത്ത എൻ്റെ മുകളിലുള്ള ലീഡറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു 25,000 രൂപ സംഘടിപ്പിക്കണം എന്നാണ്. അങ്ങനെ ആ ഒരു 10-13.5 ലക്ഷം ഇപ്പൊ ഒന്ന് ചെറിയ ബാധ്യതയുള്ളവർ പറയും ഇത് നടക്കൂല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ഒരു ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റോക്ക് നിങ്ങളെ കയ്യിൽ നിർബന്ധമായിട്ടുണ്ടാവണം. ഒരു TC ATC റാങ്ക് വരെയെങ്കിലും ഉണ്ടാവണം. അത് പോരാന്ന് ഞാൻ പറയുന്നത്. എന്നാൽ ബെന്നി സാർ ആരോ ഞാൻ എൻ്റെ ടീമുള്ള ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ AA ITC ആണ്, എൻ്റെ വണ്ടീൻ്റെ ഡിക്കിയിൽ നിറയെ സാധനങ്ങളാണ്. അപ്പൊ ഏതൊരു ലീഡേഴ്സും എന്നും നമ്മൾ പുതിയ ഒരു ടീമിനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി തന്നെ പോകണം. കാരണം എന്താ വെച്ചാൽ പുതിയ ആളുകൾ വന്നൊരു സംഭവം ചോദിക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ചോദിക്കുമ്പോൾ നമ്മളെ കയ്യിൽ എടുത്തു കൊടുക്കാൻ ഉണ്ടാവണം. നമുക്കറിയാലോ നമ്മൾ ഓരോരു പീസ് വെച്ചിട്ടാണെങ്കിലും
നമ്മൾ എല്ലാ പ്രൊഡക്റ്റും ഓരോരോ പീസ് വെച്ച് വാങ്ങുകയാണെങ്കിൽ പോലും ഒരു 50,000 രൂപേന്റെ പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങാനുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് കുടുംബശ്രീയിൽ നിന്ന് ഒരു 25,000 രൂപേന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ലോൺ എടുത്ത് പ്രൊഡക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമുക്കറിയാം നമ്മൾ ചെയ്താലും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും വരുമാനം. അങ്ങനെയാണ് സുനിയേട്ടൻ ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് സുനിയേട്ടൻ ഐഡിയ അടിക്കാൻ വേണ്ടിയിട്ട് എത്രയോ തവണ ഒരു 35 തവണയെങ്കിലും ആ ഒരു വീട്ടിൽ പോയിട്ടുണ്ടാവും. നിങ്ങൾ ഇന്നിപ്പോൾ 1, 2, 3 തവണ ഒരാളടുത്ത് പോയിട്ട് ഓല ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓല മാത്രം ഹൃദയം ഭയങ്കര ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. സുനി ഇറങ്ങിയാൽ പൊളിക്കും, സുനി ഇറങ്ങിയാൽ പൊളിക്കും, ഇത് തന്നെയാ പറയാം. പക്ഷെ ഞാൻ ഇവിടെ വന്ന് നെഗറ്റീവ് അടിക്കും. എത്രയോ തവണ, ഇത്രയും തവണ നിങ്ങൾക്ക് നാണല്ലേ, എത്രയും തവണ ഒരാളടുത്ത് പോകാനൊക്കെ ചോദിക്കും. പക്ഷെ ഹൃദയം അതൊന്നും ഒക്കെ ഒരു ഭാഗത്തോടി കേട്ട് മറുഭാഗത്തോടി കളഞ്ഞിട്ടിനോട് പറയും ഓൻ വന്നാ നീ നോക്കിയോളീന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കോൺഫിഡൻസോട് കൂടിയാ പിറ്റേന്ന് രാവിലെയും പോകും എണീറ്റ്. പക്ഷെ അവിടെ വണ്ടി ഉണ്ടാവും, ചെരുപ്പൊക്കെ ഉണ്ടാവും. മക്കൾ പറയും പപ്പ പണിക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചിരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്താ സംഭവിച്ചത് വെച്ചാൽ ഉദയേട്ടൻ പറഞ്ഞു കൊടുക്കുന്ന പ്ലാൻ അവർക്ക് മനസ്സിലായില്ല. ഭവാനി സാറിനെ വിളിപ്പിച്ചു. ഒരു കവചപ്പാശായിരുന്നു സുനിയാണ് ആദ്യം കൊടുത്തത്. പക്ഷെ ഭവാനി സാറ് പോയിട്ട് ഭവാനി സാറും പ്രതിയാണും കൂടി സുനിയേട്ടനെ രാത്രി പോയി കണ്ട് പ്ലാൻ കൊടുത്ത സമയത്ത് അവർക്ക് വേഗം മനസ്സിലായി. ഇത് ഇങ്ങനെയായിരുന്നു സാറേ, പ്രതിവേട്ട എന്തൊക്കെയോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കിതൊന്നും മനസ്സിലായില്ല എന്ന്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്റെ കൂടെ ആരും വരുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളോടാണ് ഞാൻ പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ട് ആ ഒരു പ്ലാന് അവരെ തലയിൽ കയറാത്തത് കൊണ്ടാണ് അവർ ബിസിനസ്സിലേക്ക് ഇറങ്ങാത്തത്. ഇപ്പൊ നമ്മൾ അപ്ലൈൻ ലീഡേഴ്സ് ആയ ആരായാലും ഇപ്പൊ സനൂപ് സാറുണ്ട്, അനിൽ ബാലുശ്ശേരി സാറിന് ഒരുപാട് ലീഡേഴ്സ് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അവരെ ഒന്ന് കൂട്ടിയിട്ട് അവരുടെ അടുത്തൊന്ന് പോയി നല്ല എന്താ പറയാ നല്ല പ്രൊഫൈലുള്ള നല്ല കപ്പാസിറ്റി ഉള്ള ആളുകൾ ഇഷ്ടംപോലെ ഒരു ഫീൽഡിൽ എന്താ പറയാ ഗവൺമെന്റ് എംപ്ലോയീസ് വരെ റിട്ടയർഡ് ആയി നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ വെറുതെ റെസ്റ്റ് എടുക്കുക. അപ്പൊ ഈ ഒരു ബിസിനസ് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെ ലീഡേഴ്സിനെ ഒന്ന് കൂട്ടിയിട്ട് അവിടെ പോയി പ്ലാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർ കടന്നു വരും. അങ്ങനെ സുനിയേട്ടൻ വന്നു. നല്ലോണം കവചപ്രാശം വിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കവചപ്രാശം മാത്രമേ ഞാൻ വിൽക്കുള്ളൂ എന്ന് പറഞ്ഞു നിന്നാളാണ്. അപ്പാണ് 2018 പ്രളയം വന്നു. സ്കൂൾ കുട്ടികളുടെ വണ്ടിയിൽ ഡ്രൈവറാണ്. സ്കൂൾ അടച്ചു. അതേപോലെ തന്നെ വണ്ടീൻ്റെ ഓട്ടോ ഒക്കെ നിന്ന്. അപ്പോൾ ആള് പറയാണ് ഞങ്ങളോട് പ്രതിവേട്ട എനിക്ക് ഒരു 100 കവചപ്രാശം വേണം. അപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ 100 കവചപ്രാശം എന്ന് പറയുമ്പോൾ ഏകദേശം 1,00,000 സ്റ്റോക്ക് നമ്മളൊരു ഓർഗനൈസേഷൻ വണ്ണിൽ വന്ന ഒരാൾ എടുക്കുക എന്ന് പറയുമ്പോൾ അതുവരെ ആരും ഇല്ല കേട്ടോ. ഞങ്ങൾ വിൽക്കുക വാങ്ങുക മാത്രമാണ്. പക്ഷെ അത് ഭയങ്കര സന്തോഷമായി. പക്ഷെ അന്ന് സ്റ്റോക്ക് ഔട്ട് ആയ സാധനം നമ്മളെ റീജിയണൽ മാനേജർ അടക്കം വിളിച്ചിട്ട് സുബീഷ് സാറ് സുനിയ മാത്രം 100 കവചപ്പാശൊക്കെ ഇവിടെ എത്തിച്ച സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ കടന്നു വരാൻ തുടങ്ങി. ആ സുനിയേട്ടനും ടീമും വർക്ക് ചെയ്യാൻ തുടങ്ങി. വന്നപ്പോൾ ഒക്കെ ഞാൻ നെഗറ്റീവ് ആട്ടോ, അതൊന്നും ഞാൻ അറിയുന്നില്ല. പക്ഷെ മറുഭാഗത്തേക്ക് ശിവേട്ടൻ വന്നു. ശിവേട്ടൻ്റെ വൈഫിന് ഞാൻ പറഞ്ഞു ക്യാൻസർ ആയിരുന്നു. അപ്പം നമ്മളെ 95 കൊടുത്തിട്ട് 6 മാസം തുടർച്ചയായിട്ട് കഴിച്ച സമയത്ത് അവർക്ക് 9 കീമോ കഴിഞ്ഞതാട്ടോ. ബ്രസ്റ്റിലും കഴകളിലും ഒക്കെ ഉണ്ടായിരുന്നു ക്യാൻസർ. പക്ഷെ നമ്മളെ ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ ദൈവം ആയുസ് ഭൂമിയിലിട്ടുണ്ടെങ്കിൽ എനിക്ക് 101% അല്ലെങ്കിൽ 100 എത്ര വേണമെങ്കിലും പറയാം, അത്രയും ഉറപ്പാണെങ്കിൽ നമ്മുടെ 95 ആ ഒരു ക്യാൻസറിന്റെ സെല്ലുകൾ നശിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് എത്രയോ റിസൾട്ടുകൾ ഞങ്ങൾക്ക് നേരിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും കോൺഫിഡൻസോട് കൂടി എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ആയുസ് ഇല്ലെങ്കിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് പ്രത്യേകം എടുത്ത് പറയാൻ വേണം. പക്ഷെ ഒരിക്കലും ക്യാൻസർ മാറുമെന്ന് പറഞ്ഞ് കൊടുക്കരുത്. ക്ഷീണം കുറയും, കൗണ്ട് കൂടുന്നു പറഞ്ഞ് മാത്രം കൊടുക്കുക. അങ്ങനെ ശിവേട്ടനും വന്നു. 25,000 പ്രോഡക്റ്റ് 2 സൈഡിലുള്ള ശിവേട്ടൻ എടുത്തു. ഞങ്ങളോട് 2 ആളെ പരിചയപ്പെടുത്താനാണ്. ഓർഗനൈസേഷൻ 1 ഒരാൾ, ഓർഗനൈസേഷൻ 2 ഒരാളെയും പരിചയപ്പെട്ടു. അങ്ങനെ നേരിട്ട് 2 പുതിയേട്ടൻ തന്നെ കൊണ്ടു കൊടുത്താണ് ഭവാനി സാറിന്. അല്ലാണ്ട് ഓരോ ലീഡേഴ്സും നമുക്ക് അങ്ങനെ ചിലർ പറയും ഒരു ഭാഗം ഞാൻ കൊണ്ടുവന്നോളാം, അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. ഒരു ഭാഗം കാരണം വെച്ചാൽ നമ്മളെ ലീഡേഴ്സ് എന്നോ ഐഡിയ അടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ വരുന്ന ആളുകളൊക്കെ നമ്മളെ കോമൺ പവറായിട്ട് ഇങ്ങനെ വരിക. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഞങ്ങൾ 2 ഭാഗത്തുള്ള ആളുകളെ ഞങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന് പിന്നെ അവരിൽ കൂടിയാണ് നമ്മൾ ടീം പോകാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ചെറിയ ചെറിയ ഇൻകങ്ങൾ വരാൻ തുടങ്ങി. 500, 1000, 1500 ഒക്കെ. ആദ്യമായിട്ട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, ഒരു വണ്ടി എടുക്കണം. വണ്ടി എടുത്തു. വണ്ടി ഒരാഴ്ച കൊണ്ട് തന്നെ കൊണ്ട് ആക്സിഡന്റ് പറ്റി 8 മാസം ആൾക്ക് കിടക്കേണ്ടി വന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഏതൊരു തൊഴിലാണെങ്കിലും നിങ്ങൾ ഇന്ന് പണിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ, ഏത് കൂലിപ്പണിയാണെങ്കിലും, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണെങ്കിലും, ഏത് മേഖലയിലാണെങ്കിലും 10 ദിവസം കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കും. ദൈവം കണ്ണ് തുറപ്പിച്ചത് എൻ്റെ ഹസ്ബൻഡിനെ ഒരു ആക്സിഡന്റ് രൂപത്തിലാണ് ഞാൻ ഇപ്പം എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്. കാരണം അത്രയും ഞാൻ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിൽ വരുന്ന സമയത്ത് 12 മണി വരെ ഉച്ചയ്ക്ക് പണി കഴിഞ്ഞ് വന്നാൽ പിന്നെ രാത്രി 12 മണിക്കാണ് വീട്ടിൽ കയറി വരിക.
കൊലായിലെ വാതിലടച്ചിട്ടിട്ട് 10 20 മിനിറ്റ് ഒക്കെ കൊലായിൽ ഞാൻ നിർത്തിയിട്ടുണ്ട്. കാരണം അവിടുന്ന് മുറ്റത്ത് നോക്കി കുളിച്ച് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എവിടെയോ പോയി കഥ പറഞ്ഞിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ടീം ഉണ്ടാക്കാൻ പോകാന്ന് പറയുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ അതോടുകൂടി ജോലി ഉപേക്ഷിച്ച് റൂബിയിൽ ഫുൾ ടൈം ആയിട്ടുണ്ട് ഞങ്ങള്. 850 രൂപ കൽപ്പണിക്ക് പോകുന്ന കിട്ടുന്ന ആള് അതും ഉപേക്ഷിച്ച് സമയത്ത് കൂടുതൽ ദേഷ്യം വർദ്ധിക്കാൻ തുടങ്ങി. പക്ഷെ അത് അന്നപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെയാ അറിയോ, റീറ്റെയിൽ ചെയ്തുകൊണ്ടാണ് ടീം ഉണ്ടാക്കി. അങ്ങനെ ചെറിയൊരു ടീം വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമാനം വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ വണ്ടി ആക്സിഡന്റ് ആയി. എനിക്ക് തോന്നുന്നു ആ ഒരു ആക്സിഡന്റ് പറ്റിയ സമയത്ത് 500 മുതൽ 15,000 വരെ നമ്മളെ കുടുംബത്തിലേക്ക് വരുമാനം വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഭവാനി സാറിനെ വിളിച്ചു, സാറേ ഇത് എന്താ സംഭവം, കാരണം ഞാൻ പണിക്ക് പോകുന്നില്ല, ഏട്ടൻ പണിക്ക് പോകുന്നില്ല, ഞങ്ങൾ വീട്ടിൽ കിടന്നുങ്ങാണ്ട് ആളെ ശുശ്രൂഷിക്കുക, എന്നിട്ടും എങ്ങനെയായി വരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞേ, ശ്രീജേഷ് ഇതൊന്നും മനസ്സിലാക്കിയില്ല, നെഗറ്റീവ് അടിച്ചിരിക്കല്ലേ, പ്രതിവട്ടം നല്ലൊരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ടീം നിങ്ങളെ നോക്കി നിൽക്കാതെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. നമ്മൾ വീണ് പോയാലും അവർക്ക് അവരുടെ ബിസിനസ് അവരവരുടെ ബിസിനസ്സായി ഏറ്റെടുത്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ലീഡർ ബിസിനസ് അല്ല, നമ്മളെ ഓരോരുത്തരെയും ബിസിനസ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർ ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് ഞങ്ങൾക്ക് അക്കൗണ്ടിൽ ഇൻകം വന്നത്. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ തയ്യാറായി. കാരണം അതുവരെ ഷോപ്പ് അടച്ചിട്ടിട്ട് 8 മാസം ഷോപ്പ് അടച്ചിട്ടിട്ട് 1 രൂപ പോലും ഞങ്ങൾക്ക് വരുമാനം കിട്ടിയിട്ടില്ല. അതും അല്ല, വാടക കൊടുക്കേണ്ടി വന്ന് കറണ്ട് ബില്ലൊക്കെ ഞങ്ങൾ ഈ ഒരു മൈ ലൈഫ് സ്റ്റൈലിൽ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അടച്ച് പോയത്. സാറ് പറഞ്ഞു എന്തായാലും ഇല്ല, ആ കട പൂട്ടണം എന്ന് പറഞ്ഞു. പൂട്ടിയില്ലെങ്കിൽ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ടീമിലേക്ക് തന്നെ സാറിനെ കോൾ ചെയ്ത് ശ്രീ ചേച്ചീൻ്റെ തുണി ഷോപ്പ് വിറ്റൊഴിക്കലുണ്ടെന്ന് പറഞ്ഞു കണ്ട് എല്ലാത്തിനും കൂടി ഞങ്ങളെ ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ ഫുള്ള് തുണി ഒഴിവാക്കി ഞങ്ങളെ കട പൂട്ടിച്ച്. അതോടുകൂടി കൊറോണ വന്ന് എന്തോ ഭാഗ്യത്തിനാണ് സാർ എന്താ പറയാ, ദൈവദൂതൻ എന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല, നമ്മൾ ഓരോ സമയത്തും ചെയ്തു തരുന്ന കാര്യങ്ങൾ നമ്മളെ ലീഡേഴ്സ് ചെയ്തു തന്നു. അങ്ങനെ പിന്നെ ഫുൾ ടൈം ആയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി. ഏട്ടൻ 8 മാസം കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങുന്നത്. ആ സമയത്ത് ഞങ്ങൾ നളന്തേ കയറി DC റാങ്കിലാണ് ആക്സിഡന്റ് പറ്റിയെങ്കിൽ ഞങ്ങൾ 8 മാസം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ DTC റാങ്കിലാണ് പിന്നെ നളന്തേ കയറുന്നത്. അത്ര ഫാസ്റ്റ് ആയിട്ട് 15 ലക്ഷത്തിന് ബിസിനസ് പിന്നെ എൻ്റെ ടീം ഞങ്ങളെ നോക്കി നിൽക്കാതെ ചെയ്തു നിന്നപ്പോൾ അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം എന്താ വെച്ചാൽ പാസീവ് ഇൻകം നമ്മളെ കുടുംബത്തിൽ വരുന്നത്, പിന്നെ എന്ത് നോക്കിക്കാനാ. അങ്ങനെ എല്ലാ ട്രെയിനിങ്ങിനോട് പറഞ്ഞ ചേച്ചിക്ക് സംസാരിക്കാൻ അറിയില്ല എന്നുള്ള എല്ലാവരും പ്രശ്നമുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ കഴിവുകളുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ കുറേ സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങളൊക്കെ ഇങ്ങോട്ട് പുറത്തെടുത്തിട്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരു മുറിയിലിട്ട് പൂട്ടാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ സ്വപ്നങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് ആദ്യ സ്വപ്നമായിരുന്നു വണ്ടി. പക്ഷെ വണ്ടി ആക്സിഡന്റ് പറ്റിയപ്പോൾ എല്ലാവരും പറഞ്ഞു പിന്നെ എന്താ പറയാ, ഐശ്വര്യമില്ലാത്ത വണ്ടിയാണ്, അത് വേഗം വിറ്റാളി നിന്ന്. പക്ഷെ ഇന്നിപ്പോ ഞങ്ങളെ ഈ ഒരു NTC റാങ്കിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള എത്ര എനിക്ക് തോന്നുന്നു 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് തളർന്ന് കിടന്ന വണ്ടിയാണ്. പക്ഷെ ഇന്നലെ അത് മാറ്റി ഇന്നിപ്പോ ഞങ്ങളെ പുതിയ വണ്ടി EV 1,35,000 രൂപേന്റെ വണ്ടി ഇന്ന് പുതിയത് 2 വീലർ ഇറങ്ങാൻ പോവാണ്. അതൊക്കെ ഒരു ബിസിനസ് കൂടി മാത്രമാണുള്ളത്, ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അപ്പൊ എന്തായാലും ആ ഒരു നേട്ടങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്തൊരു കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരാം. അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ കേട്ടോ ഭവൻ സാർ, കുറേ എന്താ പറയുക, ഒരു ശിലയെ ശില്പമാക്കി മാറ്റുമ്പോൾ ശില്പി ചെയ്യുന്ന പണിയുണ്ടല്ലോ, കുറേ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഒരു ശിലയെ ശില്പമാക്കണമെങ്കിൽ അതിന്റെ കുറേ ഭാഗങ്ങൾ ഉണ്ടാവും വേണ്ടാത്ത, അതൊക്കെ കൊത്തി ചെത്തി മിനുക്കിയിട്ടാണ് ആ രൂപാക്കി മാറ്റുന്നുണ്ടാവുക. പക്ഷെ ആ രൂപാക്കി മാറ്റുമ്പോൾ നമ്മൾ വേദന സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ വേദനയൊക്കെ സഹിച്ച് ബാർബർ ഷോപ്പിൽ കൊണ്ടിരുത്തി താടി മൊടിയൊക്കെ വെട്ടി ഇവിടെ ചെവിൻ്റെ അടുത്ത് ഇവിടെയൊക്കെ നിറയെ രോമൊക്കെ ഉണ്ടെങ്കിൽ ആ രൂപമൊക്കെ മാറ്റിയിട്ട് നല്ലൊരു സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും സൗന്ദര്യം ഇയാൾക്കുണ്ടെന്ന് ഞാൻ പിന്നെ ചിന്തിക്കുന്നത്, അത്രയും ഒരു രൂപമായിരുന്നു. പക്ഷെ പിന്നെ പറഞ്ഞ് പാൻറ് ഉടുക്കണം എന്നാണ്. പാൻറ് ഇല്ല, പാൻറ് ഉടുത്തിട്ടില്ല ആളിതുവരെ. മുണ്ടും ഷർട്ടും തന്നെ ഇടുള്ളൂ. ഒരു വെള്ള മുണ്ട് ഉടുക്കാൻ പറഞ്ഞ്. പക്ഷെ ഒരു ടാർഗറ്റ് വെച്ചു. കാരണം ഒരു 10,000 ബിസിനസ് വോളിയം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ 1000 രൂപേന്റെ ഒരു ബിഗ് ബസാർ കൂപ്പൺ തരാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു അച്ചീവ് ഏതൊരു ടാർഗറ്റ് വെച്ചാലും അല്ലെങ്കിൽ ഏതൊരു കോണ്ടസ്റ്റ് വെച്ചാലും അത് പതിയായിട്ട് എത്തിപ്പിടിക്കുകയും കേട്ടോ. എങ്ങനെയായാലും റീറ്റെയിൽ ചെയ്തിട്ടാണെങ്കിലും നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിനാ നമ്മൾ ടീം വെച്ചിരുന്ന ടാർഗറ്റും കമ്പനി വെച്ചിരുന്ന കോണ്ടസ്റ്റും ഒക്കെ വിൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ആ ഒരു സംഭവം വെക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ സീരിയസ് ആയിട്ട് ഓരോരോ കോണ്ടസ്റ്റ് വെക്കുമ്പോൾ ഓരോ ടാർഗറ്റ്, ഇപ്പൊ നമുക്ക് ഉണ്ട് അല്ലേ, തായ്ലൻഡ് ട്രിപ്പ് ഉണ്ട്, ഗോവ ട്രിപ്പ് ഉണ്ട്, ഇതിൽ എത്രത്തോളം അച്ചീവ് ചെയ്യാം നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞാൻ അത് അച്ചീവ് ചെയ്തേ മുന്നോട്ട് പോകുള്ളൂ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ മനസ്സ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അത് നമുക്ക് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വിജയിക്കാതിരിക്കാൻ പറ്റില്ല. അത് അച്ചീവ് ചെയ്തിട്ടേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. അങ്ങനെ ഒരു പാൻറ്റും ഷർട്ടും ആ ഒരു അച്ചീവ് ചെയ്ത് ബിഗ് ബസാർ പോയിട്ട്
ഒരു പാന്റും ഷർട്ടും വാങ്ങിച്ചു. അത് ഇട്ട് വന്ന സമയത്ത് ഭയങ്കര സിനിമയിലൊക്കെ കണ്ടോ ആദ്യമായിട്ട് പാന്റ് ഉടുക്കുന്ന ആളുകളെ കളിയില്ലേ, അതേ കളിയൊക്കെ കുറേ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ പാന്റ് ഉടുത്തു പോകരുത്, കാരണം എന്താ വെച്ചാൽ അവിടുന്ന് പുറത്തുനിന്ന് മൂപ്പര് നിസാറിന്റെ വണ്ടിയിൽ കയറി പോകും. പക്ഷെ കളിയാക്കല് ഞാനാ കാണുന്നത് ഷോപ്പിലിരുന്ന് കണ്ട് ഓൻ പോകുന്ന കണ്ടില്ലേ എന്നുള്ളേ. കാരണം കൽപ്പണിക്ക് പോയി വരുന്ന ഒരാൾ പിന്നെ പാന്റ് ഷർട്ട് വരുന്നു, പിന്നെ അതിന്റെ പിറ്റേന്ന് ദിവസം ഇൻസൈഡ് ചെയ്ത് വരുന്നു. ഇതൊക്കെ കേട്ട സമയത്ത് എന്നോട് പറഞ്ഞു നാട്ടാരെ വായ മൂടാൻ നമുക്ക് പറ്റൂല, അവര് പറയുന്നത് ഒരു ചെവി കൂടി കേട്ട് മറു ചെവി കൂടി അങ്ങ് തള്ളിക്കളയാ, അല്ലാണ്ട് യാതൊരു രക്ഷയില്ല, ഈ പറയുന്നതൊന്നും ഞാൻ കേൾക്കൂല, ഞാൻ ഭവാനി സാർ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ തന്നെ. അങ്ങനെ എന്റെ വാക്കുകളെ ധിക്കരിച്ച് പിന്നെ ഇൻസൈഡ് ചെയ്യാതെ ഒരു മരിച്ച വീട്ടിൽ പോയാൽ പോലും ചിലപ്പോൾ ഇൻസൈഡ് ഇട്ടേ പോവാ. ഞാൻ പറയാം അത് ഔട്ട് സൈഡ് ആക്കി, കാരണം മോശമാണ്, അങ്ങനെ പോകാൻ പാടില്ല, നമുക്ക് അങ്ങനത്തെ ഒരു മനോഭാവമാണല്ലോ. പക്ഷെ അതൊന്നും അത് എന്റെ പ്രൊഫഷണലാണ്, അത് ഞാൻ അങ്ങനെ പോവുള്ളൂ എന്ന് പറഞ്ഞ് ആടെ ചവൊക്കെ കണ്ട് ഇങ്ങോട്ട് ഇറങ്ങി. പിന്നെ ബിസിനസ്സാ പറയാ പുറത്തുള്ളവരോട്. അങ്ങനെ എല്ലാവരോടും നെല്ലി സാർ പറഞ്ഞല്ലോ ജാണ്ടായിട്ടുള്ള പോലെ ഓടി നടന്ന് ബിസിനസ് ചെയ്യണമെന്ന്, എല്ലാവരും കടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാവരോടും പറയും ഒരാളോട് ചിലപ്പോൾ ഇപ്പൊ വണ്ടിമേലൊക്കെ പോവുകയാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തും. എന്നിട്ട് കാൽമലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇന്ന പ്രശ്നമല്ലേ, നിങ്ങൾക്ക് ഇന്ന പ്രശ്നമല്ലേ ചോദിച്ചിങ്ങാണ്ട് പിന്നെ ഓരായിട്ട് കഥ പറഞ്ഞിട്ട് ഒരു നമ്പർ ഇങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വന്ന് വിളിച്ചിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഓരോ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് ഓരോക്കൊണ്ട് എന്തെങ്കിലും സ്റ്റോക്ക് എടുപ്പിക്കുന്നവരെ ഒരു സൗകര്യം കൊടുക്കൂല. അങ്ങനെയാണ് ഓരോരോ നല്ലൊരു ടീം ഉണ്ടാക്കി. അപ്പൊ നമ്മൾ വിചാരിക്കും അവരെന്ത് വിചാരിക്കും, മോശമല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഒരു ചിന്താഗതി ഉണ്ടാവാൻ പാടില്ല. കാരണം നാളുകളിൽ അവരെ നമ്മൾ രക്ഷപ്പെടുത്തുക ചെയ്യുന്നത്. ഇന്നിപ്പോ നമ്മൾ സൂര്യക്കേട് സഹിക്കാതെ അവരെന്തൊക്കെ പറഞ്ഞാലും നാളുകളിൽ ഞാൻ ഭവാനി സാറിന് എത്രയോ തവണ ഞാൻ ശപിച്ചിട്ടുണ്ട്. അയാൾ വരുന്ന് കണ്ടില്ലേ, കാരണം വെച്ചാൽ പാന്റ് ഷർട്ടും ഞാൻ ഈ ഒരു ഇൻസൈഡ് ഒക്കെ ചെയ്തു വരുമ്പോൾ അയാൾക്ക് എന്തോ കിട്ടാൻ വേണ്ടി വരികയാണ്, നിങ്ങൾ ഇത് മനക്കണമൊന്നും വേണ്ടട്ടെന്ന് പറഞ്ഞ് ഞാൻ എത്രയോ തവണ ഇയാൾ ഒന്ന് എണീറ്റ് പോയിരുന്നെങ്കിൽ എന്ന് എത്രയോ തവണ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ അതേ വ്യക്തിനെ ഞാൻ എന്താ പറയാ എന്റെ പ്രാർത്ഥനയിൽ രണ്ടു നേരം പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു എന്തോ ഒന്നും സംഭവിക്കരുതേ, അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മളെ ഭാഗത്തുനിന്നുണ്ട് അതുപോലെ നമ്മളെ കൊണ്ടുപോകുന്ന ആളുകളെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തുടക്കക്കാരെ വിളിച്ചിട്ട് വെറുപ്പിക്കുക, ബിസിനസ്സിലേക്ക് എത്തുന്നത് വരെ GTS മാക്സിമം നിങ്ങൾക്ക് നളന്ത എനിക്ക് തോന്നുന്നു മാക്സ് ഞങ്ങളൊക്കെ നളന്ത നല്ല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു തുടക്ക സമയത്ത്. പൊതുവേട്ട ഒറ്റയ്ക്ക് പോയിരുന്ന എത്രയോ ദിവസങ്ങളുണ്ട്. അന്ന് ബെല്ലി സാർ ചോദിക്കും ആരും ഇല്ലല്ലേ എന്ന് ചോദിക്കും. അപ്പൊ പൊതുവേട്ടൻ ബെല്ലി സാറിനോട് പറയുന്നതാണേ വന്നോളൂ സാറേ വന്നോളൂ. അത് കാരണം വെച്ചാൽ ഒരു കോൺഫിഡൻസാ. ബാലു സാർ ആണെങ്കിൽ പുറത്തുള്ള എല്ലാവരും വിളിച്ചുങ്ങാണ്ട് മുന്നിലെ എല്ലാ റോലും നിറയെ ആളുകൾ ഇരുത്തുമ്പോൾ ഞങ്ങൾ ആരും ഇല്ലാതെ ഇങ്ങനെ കുറേ കാലം ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ട് സങ്കടപ്പെട്ടിരുന്നുണ്ടായിരുന്നു. പിന്നെ സുനിയേട്ടൻ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആള് വന്നത്. എന്റെ STC സെലിബ്രേഷനിലാണ് എന്റെ അസ്മാവിത്താത്ത വന്നത്. നമ്മളെ ഓരോ റാങ്ക് ചെയ്യുമ്പോൾ റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്താണ് നമ്മളെ രക്ഷപ്പെടുത്താൻ ആളുകൾ വരുന്നത്. എന്റെ STC സെലിബ്രേഷനാണ് അസ്മാവിത്താത്ത വന്നതെങ്കിൽ അസ്മാവിത്താത്ത RTC റാങ്ക് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ആളുകൾ വന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഓരോ റാങ്കും ചിലപ്പോൾ ഇനി NTCയിലേക്കും അടുത്ത ആള് തന്നെ രക്ഷപ്പെടുത്താൻ വരുന്നുണ്ടാവുക. അത് അങ്ങനെ വിചാരിച്ചിട്ട് അതിൻ്റെതായ ഒരു സമയം ഉണ്ടെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവാം. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ടീം ഉണ്ടാക്കുക ഫസ്റ്റ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാലേ, എല്ലാവരോടും ബിസിനസ് പറഞ്ഞിട്ട് ഒന്നരയോ വർഷം എടുത്തിട്ട് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കുറേ നെഗറ്റീവുകൾ കേൾക്കും. ചിലര് 10 ആളോട് പറഞ്ഞ 9 ആളും നോ 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 പറയും. പക്ഷെ അന്നപ്പോ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. 11ാമത്തെ ആളുകളിലേക്ക് നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം നടന്നത് ടീമിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വർക്ക്ഷോപ്പുകൾ നിങ്ങൾ വെക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല. വെക്കലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു പാൻ പ്രസന്റേഷൻ വർക്ക്ഷോപ്പ് ഒരു 15 ആളിൽ കുറയാത്ത, അതിൽ കൂടുകയും ചെയ്യാൻ പാടില്ല. അങ്ങനെ വെച്ചിട്ട് ഒരു 1 ഡേ രാവിലെ തൊട്ട് 4 മണി വരെ അവരെ പ്ലാന് തലയിൽ കിട്ടുക. MC പ്ലാനും റാങ്കും ആ 3 കാര്യങ്ങളും പിന്നെ ID നമ്പർ ഏത് പാതിരാത്രി ചോദിച്ചാലും നമ്മൾ ഉറക്കത്ത് എണീറ്റ് വിളിച്ച് പറയണം. അല്ലാണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാന്ന് പറഞ്ഞ് ആപ്പിൽ നോക്കി പറയല്ല. നമ്മളെ ലക്ഷങ്ങളോ അല്ലെങ്കിൽ കോടീശ്വരന്മാരോ ആക്കാൻ പോകുന്ന ഐഡിയ ആണ്. അത് ഏത് പാതിരാത്രി എണീച്ച് വിളിച്ച് പറയാനുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം. അത് എന്ന് തന്നെ പഠിക്കുക, ആര് ചോദിച്ചാലും. അങ്ങനെ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക, അതിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. പ്ലാൻ പ്രസന്റേഷൻ വർക്ക്ഷോപ്പിൽ ഒരു സ്റ്റാർ ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ TC ആണെങ്കിലും ATC ആണെങ്കിലും ഒരാൾക്കും ID അടിച്ചു കൊടുക്കാൻ പാടില്ല. വിഷമങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് അവരെ പഠിപ്പിക്കുക ചെയ്യേണ്ടത്. ബെന്നി സാർ എപ്പോഴും പറയുന്നുണ്ട് മീൻ പിടിച്ചു കൊടുക്കലല്ല, മീൻ മലയിട്ട് പിടിക്കാൻ വേണ്ടി പഠിപ്പിക്കുക ചെയ്യേണ്ടതെന്ന്. അതേപോലെ തന്നെ അവരെ ID അടിക്കാനും മെയിൽ അയക്കാനും പോസ്റ്റർ ഉണ്ടാക്കാനും ആ 3 കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഒരു സ്റ്റാർ എന്ന റാങ്ക് അച്ചീവ് ആയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യണം. നിങ്ങൾ പെട്ടെന്ന് ഇനി അവർ പോയി പോവോന്ന് വിചാരിച്ച് ചിലർക്ക് അങ്ങനെയാ
അയ്യോ ഞാൻ ഇപ്പോൾ മെയിൽ അയക്കാൻ പറഞ്ഞാൽ ആ ലീഡർ വന്നില്ലെങ്കിലോ എന്ന്. പക്ഷെ അത് അവരെ കഴിവിനെ നമ്മൾ നശിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ അവിടെ വീട്ടിൽ പോയിരുന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഹോൾ എടുത്തിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കുക. പ്ലാനും റാങ്കും എം സി ചെയ്യാനുള്ള കാര്യങ്ങളും പഠിപ്പിച്ചിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് അത് നമുക്കറിയാലേ. ആ ഒരു രണ്ട് ഭാഗവും നമ്മളെ ടീം തന്നെയാണ്. ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും നമ്മളെ രണ്ട് മക്കളാണ് നമ്മളെ ഓർഗനൈസേഷൻ 1ഉം 2 എന്നുള്ളത്. അവരെ രണ്ട് ഭാഗവും ചിലർ പറയും എനിക്ക് കൊടും പവറാണ്, ഞാൻ പവർ ഭാഗത്തേക്ക് പോകുന്നേ ഇല്ല എന്ന് പറയുന്ന ഇഷ്ടംപോലെ ലീഡേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ല. കാരണം നമുക്ക് ഒരു പെർഫോമൻസ് അടിക്കണമെങ്കിൽ ലോയൽറ്റി ബോണസ് അടിക്കണമെങ്കിൽ നമുക്ക് രണ്ട് ഭാഗവും വേണം അല്ലേ. പക്ഷെ ഞങ്ങളുടെ ടീമിലൊക്കെ എത്രയോ ആളുകൾക്ക് ഇൻകം സൈഡിൽ അടിച്ചിട്ടും പവറിൽ അടിക്കാത്ത എത്രയോ ആളുകളുണ്ട് ലോയൽറ്റി ഒക്കെ. അപ്പൊ ഞാൻ പറയാം ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് മറിയുമ്പോൾ പവറും വീക്കും ഒക്കെ മറിയും. നല്ലൊരു പവർ കപ്പാസിറ്റി ഉള്ള ഒരാൾ നിങ്ങൾ ഇൻകം സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടും പവറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മറിയാൻ നിഷ്പ്രയാസം മതി. അതുകൊണ്ട് തന്നെ പവർ വീക്ക് എന്നുള്ള ഒരു മനോഭാവം ഉണ്ടാവാൻ പാടില്ല. ഇളയ കുട്ടിയെ ഉക്കത്തെടുക്കുമ്പോൾ മൂത്ത കുട്ടിയെ കൈപിടിക്കാൻ മറക്കരുതെന്ന് ബെന്നി സാറ് പറയുന്ന വാക്കുകൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു 75 ലക്ഷം പവർ എനിക്കുണ്ട്. പക്ഷെ ഞാൻ രണ്ട് ഭാഗവും കൂട്ടിപ്പിടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് എൻ്റെ രണ്ട് മക്കള് അതിന് ഒരു ഭാഗത്ത് കാണുമ്പോൾ ഇൻകം സൈഡിൽ മാത്രം പോയിരുന്ന ഓരോട് മാത്രം കഥ പറയാം. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ഓർക്ക് ഓരെന്തോ ഓർക്കൊരു വിഷമം ഉണ്ടാവും. എന്താ പറയുക ശ്രീജ എപ്പോഴും ഇൻകം സൈഡിലേക്കാണ് പോകുന്നത്, അല്ലെ സനൂപ് സാർ എപ്പോഴും ഇംഗ്ലീഷ് സൈഡിൽ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ രണ്ട് ഭാഗവും ഒരേപോലെ കൊണ്ട് മുന്നോട്ട് പോവുക. ആ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അടുത്തൊരു ലെവലാണ് ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യാനുള്ളത്. നമുക്കറിയാം ബ്രാൻഡ് പ്രസന്റേഷൻ വർക്ക്ഷോപ്പ് ഒക്കെ വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ നമ്മളൊരു ടാർഗറ്റും കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ പഠിച്ച ഒരാൾക്ക് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാട്ടോ മുന്നോട്ട് പോയത്. നിങ്ങളൊരു 10-15 ബിസിനസ് നിങ്ങൾ സ്വന്തം പോയി പ്ലാന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഓരെ മത്സരിപ്പിക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവർ ഓടി ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് എത്രയോ ലീഡേഴ്സ് ആ ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം 79ഓളം TC ആൻഡ് എബോ ലീഡേഴ്സ് നമുക്കറിയാം. എൻ്റെ ഓർഗനൈസേഷൻ 1ലും കൂടി 79ഓളം TC എബോ ലീഡേഴ്സ് ഇന്ന് ശ്രീജേനെ നോക്കി നിൽക്കാതെ സ്വന്തം ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ അകത്തിരുന്ന് മീൻ മുറിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നതിൻ്റെ ഗുട്ടൻസ് അതാ. അപ്പൊ നമ്മൾ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ലെവല്. അഞ്ചാമത്തെ സംഭവമാണ് അസറ്റ് ബിൽഡ് ചെയ്യാന്ന്. ഇന്നിപ്പോ ഏകദേശം അസറ്റ് ബിൽഡ് ചെയ്യാനുള്ള ലെവലിലേക്കൊക്കെ നാഷണൽ ടീം കോർഡിനേറ്റർ എന്നൊക്കെ ലെവലിൽ എത്തുമ്പോൾ ഇപ്പൊ ചിലർ അറിയോ TC ആയി രക്ഷപ്പെട്ടത് സനൂപ് സാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നാഷണൽ ടീം കോർഡിനേറ്റർ ആവണമെന്ന്. പക്ഷെ അതല്ല, നമ്മൾ TC ആകുമ്പോൾ രക്ഷപ്പെടും. പക്ഷെ അത് ആ സമയത്ത് എന്താ നമ്മളെ കൂടെ വിളിച്ചാ വരുന്ന ഒരു 5 പേരെങ്കിലും നമ്മളെ കൂടെ കട്ടയ്ക്കുണ്ടാവും TC ആയാലും. അപ്പൊ ടീമില്ലാത്തവർക്ക് ഒരു നല്ല ധൈര്യം, എന്റെ കൂടെ 10 ആള് വന്നല്ലോ എന്നുള്ളത്. പക്ഷെ അതിന് അടുത്തടുത്ത് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് നമ്മൾ ഓരോ റാങ്ക് കയറുന്ന സമയത്തും നമ്മളെ ഉത്തരവാദിത്തമാണ്. അല്ലാണ്ട് അഹങ്കരിക്കാനോ ഞാൻ ഇത്ര റാങ്കിൽ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മളെ തലക്കനം കൊണ്ട് നടക്കാൻ പാടില്ല. ഫലം കായ്ക്കുന്ന വൃക്ഷം എപ്പോഴും തലകുനിക്കാറാണ് പതിവ് എന്ന് പറഞ്ഞ പോലെ എപ്പോഴും നല്ലൊരു ഒരു മനോഭാവത്തോടു കൂടി ടീമിനെ നോക്കുക. പിന്നെ നമ്മൾ അസറ്റ് ബിൽഡ് ചെയ്യുന്ന ലെവലിലേക്ക് മാറും എന്നുള്ളതാണ്. പിന്നെ ABCD എന്താ ഈ ബിസിനസിന്റെ ABCD നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ. ABCD നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ അവരെ ഭരിക്കാൻ പോകാൻ പാടില്ല. ടീമാണ് ഇപ്പൊ എൻ്റെ അസോസിയേറ്റ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവരെ ഭരിച്ചിട്ടുണ്ടെങ്കിൽ അവരിട്ടച്ച് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ആരുമില്ല, ഇത് അവരെ ബിസിനസ്സാണ്, അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് എൻ്റെ ബിസിനസ് അല്ല, ഇത് നിങ്ങളെ ബിസിനസ്സാണെന്ന് പറഞ്ഞ് അതുപോലെ മനസ്സിലേക്ക് കയറ്റി കൊടുക്കണം. അന്നപ്പം മാത്രമേ ഓരോ ലെഫ്റ്റും റൈറ്റും നോക്കുള്ളൂ. ഇത് ലീഡർ നോക്കിക്കോളൂലേ. ഞാൻ ഇപ്പൊ പണിയെടുത്തിട്ടല്ലേ ലീഡർക്ക് എന്തോ കിട്ടുന്നു വെച്ച് നിൽക്കുകയാണെങ്കിൽ മുകളിലേക്ക് നോക്കി നിന്നാൽ ലീഡറെ നോക്കി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ താഴോട്ടാ പോവുക. പക്ഷെ താഴോട്ട് നോക്കിയിട്ട് നിങ്ങൾ അസോസിയേറ്റിനെ നോക്കി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നേരെ മുകളിലേക്ക് പോകും. കാരണം ഇന്നിപ്പം ഞാൻ പറഞ്ഞു എന്നെ സുധാകരേട്ടനാണ് ID അടിച്ച് കൊണ്ടുവന്നെങ്കിൽ ഫസ്റ്റ് ഓർഗനൈസേഷൻ 1ലേക്ക് ശ്രീജയന്റെ ഒരു ID, 2ലേക്ക് ഓല ഭാര്യന്റെ ID അടിച്ച് ഇന്ന് ഞാൻ എൻ്റെ ലെഫ്റ്റും റൈറ്റും നോക്കി പോയത് കൊണ്ട് തന്നെ എൻ്റെ ഒരു ഭാഗം 2,70,00,000 ഓർഗനൈസേഷൻ 1ലുമായി, 2ല് 2 കോടിയായി. അപ്പൊ ഏകദേശം 4.25 കോടീന്റെ ബിസിനസ് ഇന്ന് സുധാകരേട്ടൻ ഓർഗനൈസേഷൻ 1ലുണ്ട്. പക്ഷെ മറുഭാഗത്തേക്ക് അയാൾക്കുള്ള BV എന്ന് പറയുന്നത് 75,000. എന്റെ ലീഡർ ഇന്ന് സ്റ്റാർ റാങ്കിലാണ് നിൽക്കുന്നത്. പക്ഷെ ഞാൻ NTC-ലാണ്. കാരണം 24 ലക്ഷം ബിസിനസ് വരുമാനം ഞാൻ ഈ ഒരു ബിസിനസ് കൂടി വാങ്ങിക്കഴിഞ്ഞു. ലീഡർ വാങ്ങിയത് 6,000. അപ്പൊ ആരാദ്യം വന്നോല മുന്നേ വന്നവർക്കാണ് ഇത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല എന്നുള്ളത് പറയാണ്. നമ്മളെ താഴോട്ട് നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണിത്. ഇന്നിപ്പോ സാറ് എന്നെ കൊണ്ടുവന്ന ആള് വരുന്നുണ്ട് ഞങ്ങളെ മാറ്റം കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ചെയ്യുക. ബിസിനസ്സിൽ ബിലീഫ് വേണം.
അല്ലെ? ബിസിനസ്സിൽ വേണം, കമ്പനി പിന്നെ ബൈനറി പ്ലാനിൽ വേണം, നമ്മളെ ലീഡേഴ്സിൽ വേണം, നമ്മളെ പ്രൊഡക്റ്റിൽ വേണം, നമ്മളിൽ തന്നെ വിശ്വാസം നിർബന്ധമായിട്ട് വേണം. ഇതിലൊക്കെ വിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് ഇന്നിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റൂല. ആ ഒരു 5 വിശ്വാസങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ കമ്മിറ്റ്മെന്റ്, ഈ ഒരു ബിസിനസിന്റെ ഇതിനോടുള്ള പ്രതിബദ്ധത, അത് ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അറ്റം കാണുന്നത് വരെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം. ഞാനും ഈ ഒരു മൈലേജ് സ്റ്റൈൽ ഉണ്ടായിരുന്നു എന്നുള്ള പറയാനുള്ള ഒരു അവസരം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളും ചെയ്യുക. അടുത്തൊരു കാര്യമാണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ലീഡർ എന്താണോ ചെയ്യുന്നത് അത് കോപ്പി അടിച്ച് മുന്നോട്ട് പോകാന്നുള്ളത്. സ്കൂൾ പഠിക്കുമ്പോൾ കോപ്പി അടിച്ച് നമുക്ക് അടിയൊക്കെ കിട്ടലുണ്ട്. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ലീഡർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു പോയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പറയുന്ന അനുസരിക്കുക, ഫോൺ വിളിച്ചാൽ എടുക്കുക, പിന്നെ മീറ്റിങ്ങിന് വരാൻ പറഞ്ഞാൽ വരിക. അങ്ങനെ 2 ചെയ്യുന്നവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യുന്നവരെ മാത്രമേ നമ്മളെ ലീഡേഴ്സിന് നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് ലീഡേഴ്സ് നോക്കിയില്ല എന്ന് പറഞ്ഞ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ഭവനി സാർ എന്താണോ പറയുന്നത് അത് അക്ഷരം പ്രതി അനുസരിച്ച്, ഇനി ഒരു പൊട്ടക്കിണറിലേക്ക് ഇറങ്ങിയാൽ പോലും ഇറങ്ങണം എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടേ ചോദിക്കുള്ളൂ, സാറേ നിങ്ങൾ എന്തിനാ ഇറങ്ങാൻ പറഞ്ഞത്. അത്ര അനുസരണയോട് കൂടിയുള്ള ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ, സ്വന്തം ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പോഴാണ് കുറെ ഐഡിയകളൊക്കെ പുതിയതായിട്ട് ഇങ്ങനെ ഉദിച്ചുദിച്ച് വരുന്നത്. അപ്പൊ എന്തായാലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്താ പറയാ, സ്വർണ്ണപാത്രം കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ ഭിക്ഷ യാചിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും പണിക്ക് പോവുക, ഇത്രയും വലിയൊരു മനോഹരമായ ഒരു അവസരം നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ ഇനിയും കൂലിപ്പണിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ളത് തന്നെ. എനിക്ക് അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം, ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് എഴുതി കാണിക്കേണ്ട ഒരു കണക്കാണ്. ഒരു വയസ്സ് മുതൽ ഒരു 25 വയസ്സ് വരെ ഒരു കുട്ടി ജീവിക്കുന്നത് എങ്ങനെയാ? അച്ഛനെയും അമ്മനെയും ആശ്രയിച്ച അല്ലേ? പക്ഷെ 25 മുതൽ 60 വയസ്സ് വരെ ഒരു 35, 45, 55 ഒരു 30 വർഷക്കാലം ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ 30 വർഷം സർവീസിൽ ഉണ്ടാവൂലേ? പിന്നെ അവിടുന്ന് ശേഷം 60 മുതൽ ഒരു 90 വയസ്സ് വരെ ഒരു കുട്ടി ആശ്രയിക്കുന്ന ആരെയാണെന്നറിയാം? പിന്നെ മക്കളെ. ഇനി അങ്ങോട്ട് നമ്മളെ മക്കള് നമ്മളെ നോക്കുന്നുള്ളതൊന്നും പറയാൻ ഒരാൾക്കും പറ്റൂല. പക്ഷെ ഈ 25-ാമത്തെ വയസ്സിൽ ഒരു ജോലി കിട്ടി, ഒരു 25,000 ശമ്പളം കിട്ടുന്ന ഒരു ആളാണെങ്കിൽ നമ്മൾ ഒരു വർഷം കൊണ്ട് ആ ആൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എമൗണ്ട് ആണ് 3 ലക്ഷം രൂപ. എത്ര വർഷം നമ്മൾ പണിയെടുക്കുന്നത്? 30 വർഷം. 3 ലക്ഷം ഇൻറ്റു 30 അടിച്ചു നോക്കിയാൽ 90 ലക്ഷം രൂപയാണ് നമ്മളെ ജീവിത ആയുസ്സിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു എമൗണ്ട്. ആ ഒരു എംപ്ലോയി ആണെങ്കിൽ, ഉദ്യോഗസ്ഥരാണെങ്കിൽ, നമ്മൾ 55 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർഡ് ആവും. അതിന്റെ 1/3 ഭാഗം പോലെ പിന്നെ പെൻഷനായിട്ട് കിട്ടുന്നുണ്ടാവുക. അതിനുശേഷം അയാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് അതിന്റെ പകുതി ശമ്പളം കിട്ടുക. അതോടുകൂടി ആ ഗവൺമെന്റ് എംപ്ലോയിന്റെ കാര്യം കഴിഞ്ഞു. പക്ഷെ ഈ ഒരു 30 വർഷം നമ്മൾ 25 വയസ്സായ ഒരാള് ഒരു കല്യാണം കഴിക്കും, ഒരു വീട് ഉണ്ടാക്കണം, പിന്നെ മക്കളായിട്ടുണ്ടെങ്കിൽ അവരെ പഠിപ്പിച്ച് ഉദ്യോഗസ്ഥനാക്കിയിട്ട് അല്ലെങ്കിൽ ജോലി വാങ്ങി കൊടുത്തിട്ടേ ഉള്ളൂ ഇപ്പൊ മക്കള് കല്യാണത്തിന് പോലും ഒരുങ്ങുള്ളൂ, പെൺകുട്ടികളായാലും. പിന്നെ അവരെ കല്യാണം കഴിച്ച് അയക്കുന്നത് വരെ ഈ ഒരു 90 ലക്ഷം മതിയോ നമ്മളെ ജീവിത ആയുസ്സിൽ നമുക്ക് ഉണ്ടാക്കാം? പിന്നെ നമ്മളെ മക്കളിലേക്ക് കടം ബാക്കി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നുണ്ടാവുക അല്ലെ? ആ ഒരു കണക്കൊന്നും ആർക്കും മനസ്സിലാവില്ല. ഒരു വണ്ടി, നമ്മുടെ ബെന്ലി സാറ് വാങ്ങിയ വണ്ടിക്ക് 1 കോടി രൂപയാണ്. നമ്മളെ ജീവിത ആയുസ്സിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു എമൗണ്ട് ആണ് 90 ലക്ഷം രൂപ. ഇത് മനസ്സിലാക്കിയിട്ട് ഒരു ലീഡർ, ഞങ്ങൾ പറഞ്ഞ ധനീഷ് മാധവൻ സാറ് പറയുന്നുണ്ട്, ഞാൻ അന്ന് ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയർ ആണ്, ഞാൻ അന്ന് ജോലി റിസൈൻ ചെയ്ത്, കാരണം അന്ന് ഈ ഒരു മൈലേജ് സ്റ്റൈൽ ഐഡിയ അടിച്ച് സ്റ്റാർട്ട് ചെയ്തു. കമ്പനി എത്രയാ തരാൻ പറഞ്ഞേ? ആഴ്ചയിൽ 2,10,000 തരാന്ന് പറഞ്ഞിട്ടുണ്ട്. 4 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് 4,80,000 ഉണ്ടാക്കാം. ഒരു വർഷം കൊണ്ട് 1 കോടി 80 ലക്ഷം തോന്നുന്നു. 30 വർഷങ്ങളൊന്ന് കൂട്ടി നോക്കിയേ, 30 കോടി സംതിങ് നമുക്ക് ഈ ഒരു 30 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഒരു കണക്ക്, അതൊക്കെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഭ്രാന്തായത്. കാരണം കാരണം അതൊരിക്കലും, ഞാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് ചെയ്തോളിന്ന്. ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഇനിയിപ്പോ നമ്മളെ മുന്നിൽ കോണ്ടസ്റ്റ് 2 ട്രിപ്പുകൾ ഉണ്ട് അല്ലെ? ഒന്ന് കമ്പനി ട്രിപ്പും ഒന്ന് AIGന്റെയും. അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിച്ച, ഗോവയിൽ ആരൊക്കെ പോരുന്നുണ്ടെന്ന്. ബെന്ലി സാറിന്റെ കൂടെ ഒരു ട്രിപ്പ് പോവാന്ന് പറയുന്നത് എന്താ പറയാ, ഭയങ്കര ഒരു എനർജിയാ. ഇപ്പൊ ടോട്ടൽ ടീം ആകുമ്പോൾ എന്റെ ടീം ഉണ്ടാവും, സനൂപ് സാറിന്റെ ടീം, എല്ലാ ബെന്ലി സാറിന്റെ ലെഫ്റ്റും റൈറ്റും ഉള്ള ടീം എല്ലാവരും കൂടി ഒന്ന് പോവാന്ന് പറയുമ്പോൾ, ഒരു ഗോവയിലൊക്കെ ഒന്ന് പോകണ്ട്. നമ്മള് ഈ ഒരു ഇട്ടാവട്ടത്തിലെ കോഴിക്കോട് ജില്ലേന്റെ മുഴുവൻ ഭാഗങ്ങളും കണ്ടുക്കുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. ഈ ഒരു ബിസിനസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകം മുഴുവൻ കറങ്ങാനുള്ള ഒരു അവസരം നമ്മളെ മുന്നിലുണ്ട്. അതിൽ ഫസ്റ്റ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത് ഗോവയിലേക്കാണ്. ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലുള്ളവർ എത്ര പേര് ഗോവയിലേക്ക് പോകുന്നുള്ള ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെ, ചില പുതിയ ഒരു വ്യക്തിക്ക് ഒരു 50,000 ബിസിനസ് വോളിയം ലെഫ്റ്റും റൈറ്റും വന്നാൽ മതി. കാരണം എന്താ വെച്ചാൽ, നമ്മൾ എന്തായാലും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 25,000ന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ബിസിനസ്സിലേ വരിക. അപ്പം 10,000 ഒരു ഭാഗം, 2 ഭാഗം ഉണ്ടാവും. 2 ഹോം ഷോപ്പ് എടുക്കുന്ന 25,000 എടുക്കുന്ന 2 ആളെ കിട്ടിയാൽ പോരെ ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ.
ആ കാര്യം നോക്കിയിട്ട് 50,000 ബിസിനസ് വോളിയം ലെഫ്റ്റും റൈറ്റും മാച്ച് ആക്കിയിട്ട് നിങ്ങൾ ഗോവയിലേക്ക് വരണം. അത് റൂബി കോർഡിനേറ്ററിനും 75,000 BV വേണം. സ്റ്റാർ വരെയുള്ളവർക്ക് 50,000 BV ആണ്. അത് നമ്മളെ ഫസ്റ്റ് ഇതാണ്. കാരണം എന്താ വെച്ചാൽ ആ ഒരു ഗോവ ട്രിപ്പ് അച്ചീവ് ചെയ്യുമ്പോഴേക്ക് പിന്നെ നമുക്ക് ഇനി 12 ആഴ്ചയാണെന്ന് തോന്നുന്നില്ലേ നമ്മൾ തായ്ലൻഡിലേക്ക് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ് തായ്ലൻഡിൽ ഞാൻ പോകുന്നുള്ളത് ഉറപ്പായിട്ടും. കാരണം ആ ഒരു പ്ലാനിങ്ങിലാണ് ഫുൾ ടൈം ആയിട്ട് ഇന്നിപ്പം ടീമിന്റെ കൂടെ ഓടുക. എത്രയോ ആളുകൾ ഞങ്ങളുടെ ടീമിൽ ഇത് പറഞ്ഞ് എന്നും സൂമിൽ ഇത് തന്നെയാ പറയാം. ഈറ്റികളെ തലയിൽ കയറിയിട്ട് ഈറ്റിങ്ങളൊക്കെ ഭ്രാന്ത് എടുത്ത് കുത്തിരിക്കുക, തായ്ലൻഡിൽ പോകണം എന്നല്ലേ. നമുക്ക് അവിടെയൊക്കെ പോകാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു തായ്ലൻഡിലേക്കൊന്നും പോകണമെന്നില്ല ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ ഇതില് കമ്പനി ഇത്രയും ചെറിയൊരു ടാർഗറ്റ് തന്നിട്ട് 14 ആഴ്ച കൊണ്ട് ലേഡീസ് ആണെങ്കിൽ 3.5 ലക്ഷം ബിസിനസ് മതി, ജെൻസ് ആണെങ്കിൽ 3.25 ലക്ഷം ബിസിനസ് മതി. അപ്പൊ അത് നമുക്കൊക്കെ നേടാൻ പറ്റും. നമ്മൾ എന്തിനാ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്? അച്ചീവ്മെന്റുകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ. നാളുകളിൽ നമ്മൾ തായ്ലൻഡിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാല് നിങ്ങളെ ലെവല് നിങ്ങൾ മാറുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ അത് എത്രയാ വേണ്ടതെന്നുള്ളത് നമ്മളെ സനൂപ് സാറിനോടോ അല്ലെങ്കിൽ അനിൽ ബാലുശ്ശേരി സാറിനോടോ എന്റെ ടീമിൽ ഓരോരുത്തരും ശ്രീജച്ചി എനിക്ക് പോണട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറയാം. അതേപോലെ നിങ്ങൾ നിങ്ങളെ ലീഡേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഡേഴ്സ് നിങ്ങളെ തായ്ലൻഡിൽ എത്തിക്കും, ഗോവയിലും എത്തിക്കും. അത് നിങ്ങൾ എല്ലാവരും അച്ചീവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ ഒരു വൈകിയ വേളയിൽ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യൂവില് പിടിച്ചു നിൽക്കുക, ഒരിക്കലും വിട്ടുപോവാതെ. ക്യൂ ആകുന്ന സമയത്ത് ഉന്തും തിക്കും തള്ളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി ഇങ്ങോട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുകയുള്ളൂ. ഒരു സമയത്ത് എനിക്ക് മുന്നിൽ പോയി നിൽക്കണം എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ ക്യൂവിൽ ഉന്തും തിക്കും തള്ളും ഒക്കെ കൂടിയിട്ട് ആ ഒരു തള്ളിൽ അങ്ങോട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ തന്നെയാണ് ഞാനും. ഒരു കഴിവില്ലാത്ത ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അഹങ്കാരം പറയല്ല. ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചില്ല സ്വന്തം കാർ എടുത്തൊക്കെ ഇങ്ങനെ പോകുന്നുള്ളു. ഇപ്പൊ നല്ല സ്പീഡിലൊക്കെ പോവാ. ആദ്യമൊക്കെ പിന്നെ എല്ലാവരും കളിയാക്കിയിരുന്നു ലൈസൻസ് എടുത്ത് വെച്ചിട്ട് ഒരു എന്താ പറയാ ഭവാനി സാർ എത്രയോ തവണ കളിയാക്കിയിട്ടുണ്ട്. ഒരു മെഴുകുതിരിയോ ചന്ദനത്തിരിയോ കത്തിച്ചവിടെ വെച്ചോളി, നാണക്കേട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ. പക്ഷെ 2021 ഒരു കാറ് വാങ്ങിച്ചു. ഗിയർ മാറ്റാനുള്ളതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടായി. 2 വർഷം ഞാൻ ഡ്രൈവറെ വെച്ച് പോയി. പക്ഷെ ഈ കഴിഞ്ഞ മാർച്ച് 31 2 വർഷമാവാറായി. മാർച്ച് 31 ഒരു കാറ് വാങ്ങിച്ചു ഇഗ്നീസിന്റെ. അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ അറിയോ? ഒരു 5,000 രൂപ ലോണിന് പോയിട്ട് കനറ ബാങ്കിന്റെ പൊതുകാരന് കൊടുത്തില്ല ലോണ്. പക്ഷെ ഇന്നത്തെ 3 വർഷത്തെ ITR കൊടുത്ത് എനിക്ക് തോന്നുന്നു എന്റെ ഷോറൂമിൽ നിന്ന് കാർ ഇറങ്ങുന്നതിന് മുന്നേ 8.25 ലക്ഷം കനറ ബാങ്ക് എനിക്ക് വെറും ITR 3 വർഷത്തെ ITR ഫയൽ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഞാൻ എന്റെ കാർ ഇറങ്ങുമ്പോഴേക്ക് ഞാൻ 2 അടവ് ലോൺ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്ര അത്ര ഈ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ എനിക്ക് ഇന്ന് കാറും കോളും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ITR ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 വർഷത്തെ ഇൻകത്തിന്റെ എത്ര ശതമാനം നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ കിട്ടുക. ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ RTC റാങ്കിൽ എനിക്ക് 35,000 രൂപ TDS ഒക്കെ കട്ട് ചെയ്യുന്ന കുറെ പൈസ അല്ലേ നമുക്ക് കിട്ടുന്നില്ല. വൈറ്റ് മണിയാണ് നമുക്ക് ഇൻകായിട്ട് തരുന്നുണ്ടാവുക. അത് ഫയൽ ചെയ്ത സമയത്ത് 35,000 രൂപ ഈ മാർച്ച് മാസത്തിലെ ഇത് കഴിഞ്ഞ സമയത്ത് എന്റെ അക്കൗണ്ടിൽ വന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ യാതൊരു നഷ്ടവും പിടിച്ചു നിന്ന് നല്ലൊരു ടീം ഉണ്ടാക്കി 2,10,000 തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങിച്ചിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു വാശിയോട് മുന്നോട്ട് പോവാം. ഇന്നിപ്പോ ഒരുപാട് നേട്ടങ്ങൾ മാത്രമേ എടുത്തു പറയാനുള്ളൂ. 10-38 വർഷം പണിയെടുത്തിട്ട് ഒരു രൂപ പോലും സമ്പാദിക്കാൻ പറ്റാത്ത എനിക്ക് ഇന്നിപ്പോ വെറുതെ ഇരുന്നാൽ പോലും 10-65,000 രൂപ ഒരു മാസ വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം അത് 5 വർഷത്തെ ടീം ഉണ്ടാക്കാനുള്ള ഒരു എഫേർട്ട് എടുത്തതിന്റെ ഫലാട്ടോ. നിങ്ങൾ എത്രയായി ഇപ്പൊ നമുക്കറിയാം 10,000 മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 1,200 രൂപ നിങ്ങൾക്ക് എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവില്ല. ഇതിലുള്ള എല്ലാവരും 1,200 രൂപ നിങ്ങൾ എന്തായാലും അത് മാച്ച് ചെയ്തിട്ട് കമ്പനി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. നിങ്ങൾ എഴഞ്ഞു പോയിക്കോളി. എങ്ങനെ എഴഞ്ഞു പോയാലും ഒരു 15 വർഷം എടുത്തോളി. നിങ്ങൾ ITC ആവില്ല ബിസിനസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ 15 വർഷം കൊണ്ട് നിങ്ങൾ ITC ആവുകയാണെങ്കിൽ 1,20,00,000 രൂപ ആ പെയർ മാച്ചിന് തന്നെ കിട്ടും. അതിന്റെ പുറത്ത് പെർഫോമൻസും NTC ബോണസും ഒക്കെ ആയിട്ട് അത് വേറെയും കിട്ടും. ഒന്ന് ചിന്തിച്ചു നോക്കി. ജീവിത ആയുസ്സിൽ 30 വർഷം പണിയെടുത്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 90 ലക്ഷം. ഇതിലൊരു 15 വർഷം എഴഞ്ഞു പോയാൽ പോലും ടീം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് 1,20,00,000 കിട്ടും. ആ കണക്ക് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയും വൈകാതെ സീരിയസ് ആയിട്ട് ഈ ഒരു ബിസിനസ്സിനെ കുറച്ചൊരു കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. ഒരു 5 വർഷം കഷ്ടപ്പെട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലെവലിലേക്ക് മാറാൻ സാധിക്കും. അതിന് നിങ്ങൾ എല്ലാവരും സർവേശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ, ചലോ തായ്ലൻഡ്. ഓക്കെ.